ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ചെയ്യാറുണ്ട്, പറയാറുണ്ട്, കാണാറുണ്ട്, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ ഇംഗ്ലീഷിൽ പറയുക? ഇന്നത്തെ വീഡിയോ ഇത്തരം സെന്റൻസസിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നതാണ്. ആദ്യം മലയാളത്തിൽ സെന്റൻസസ് പറയാം, പിന്നീട് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അതിനുശേഷം കൂടുതൽ സെന്റൻസസ് നോക്കാം. ഞാൻ പഠിക്കാറുണ്ട്. ഞാൻ പഠിക്കാറുണ്ട്. ഞാൻ എന്നതിന് ഐ എന്ന് എഴുതാം. പഠിക്കുക, സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഇനി ഞാൻ പഠിക്കാറുണ്ട് എന്നതിന് പകരം അവൻ പഠിക്കാറുണ്ട് എന്നാണെങ്കിലോ, അവൻ എന്നതിന് ഹി എന്ന് എഴുതാം അല്ലേ? പഠിക്കുക എന്നതിന് സ്റ്റഡി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ എന്നാകുമ്പോൾ സ്റ്റഡി എന്ന് എഴുതിയാൽ പോരാ, സ്റ്റഡീസ് എന്ന് എഴുതണം. സ്റ്റഡീസ്. ഇവിടെ നോക്കിയേ, ഞാൻ എന്നത് അവൻ എന്നായപ്പോ സ്റ്റഡി എന്നത് സ്റ്റഡീസ് എന്നാക്കി. കാരണം സബ്ജക്റ്റിൽ നമ്മൾ ഒരാളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം. സബ്ജക്റ്റിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. ഇവിടെ അവൻ ആയതുകൊണ്ട് സ്റ്റഡി എന്ന് മാറ്റി നമ്മൾ സ്റ്റഡീസ് എന്നാക്കി മാറ്റി. ഇനി സബ്ജക്റ്റിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ബേസ് ഫോമിലാണ് എഴുതുന്നത്. എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ഒന്നും ചേർക്കാതെ ബേസ് ഫോമിലാണ് എഴുതുന്നത്. ഐ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ എങ്കിൽ പോലും അത് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ഒരു പോയിന്റ് ക്ലിയർ ആയാൽ ബാക്കി സെന്റൻസസ് എല്ലാം വളരെ ഈസിയാണ്. കുറച്ചുകൂടി സെന്റൻസസ് നോക്കാം. ഇനി ഞാൻ പഠിക്കാറില്ല എന്നാണെങ്കിലോ, ഞാൻ പഠിക്കാറില്ല, ഐ ഡു നോട്ട് സ്റ്റഡി. ഡു നോട്ട് എന്നതിന് ഡോണ്ട് എന്നും പറയാട്ടോ. ഐ ഡു നോട്ട് സ്റ്റഡി. അവൻ പഠിക്കാറില്ല, അവൻ പഠിക്കാറില്ല, ഹി ഡസ് നോട്ട് സ്റ്റഡി. അതല്ല എങ്കിൽ ഡസന്റ് സ്റ്റഡി എന്ന് എഴുതാം. ഞാൻ പഠിക്കാറില്ല, ഐ ഡു നോട്ട് സ്റ്റഡി. അവൻ പഠിക്കാറില്ല, ഹി ഡസന്റ് സ്റ്റഡി. എങ്ങനെയാണ് ഈ ഡു ഡസ് ഒക്കെ വന്നത്? നേരത്തെ പറഞ്ഞതുപോലെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ, ഒന്നിൽ കൂടുതലുള്ള സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു ആണ് ചേർക്കാം. എന്നാൽ സബ്ജക്റ്റിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ ഡസ് ചേർക്കും. മനസ്സിലാവാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം: ഐ യു വി ധേ. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്ലൂറൽ സബ്ജക്റ്റ്, അതിന്റെ കൂടെ നമ്മൾ ഡു ചേർക്കും. എപ്പോഴാണ് ഡു ചേർക്കുന്നത്? നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി ഷീ ഇറ്റ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ചേർക്കുന്നത് ഡസ് ആണ്. ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാതെ അറിയണം. ഇതറിയാമെങ്കിൽ ഏത് സെന്റൻസിനെയും നമുക്ക് നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യനിലേക്ക് മാറ്റാനും വളരെ എളുപ്പമാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ചേർത്തത് ഡസ് ആണ്, പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഡു ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നീ പഠിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു സ്റ്റഡി. ഈ ഡു എങ്ങനെ വന്നു എന്ന് ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നീ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി. അവൻ പഠിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ആണ് അല്ലെ? അവൻ ഡസ് ഹി സ്റ്റഡി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡസ് എഴുതുമ്പോ പിന്നെ സ്റ്റഡി എന്ന് കൊടുത്താൽ മതി, സ്റ്റഡീസ് എന്ന് മാറ്റി എഴുതരുത്. അടുത്ത സെന്റൻസ് നോക്കാം. ഞാൻ ദിവസവും നടക്കാറുണ്ട്. ഞാൻ ദിവസവും നടക്കാറുണ്ട്. ഐ ഞാൻ അല്ലേ? നടക്കുക, വാക്ക്. ദിവസവും എന്നതിന് എവ്രി ഡേ എന്നാണ്. ഐ വാക്ക്
എവ്രി ഡേ. ഞാൻ ദിവസവും നടക്കാറുണ്ട്. ഐ വാക്ക് എവ്രി ഡേ. ഇനി ഞാൻ ദിവസവും നടക്കാറില്ല. ഐ ഡോണ്ട്. ഐ ആയതുകൊണ്ട് നമ്മൾ ചേർക്കുന്നത് ഡു ആണ്. ഐ ഡോണ്ട് വാക്ക് എവ്രി ഡേ. നീ ദിവസവും നടക്കാറുണ്ടോ? നീ ദിവസവും നടക്കാറുണ്ടോ? തിരിച്ചെഴുതിയാൽ മതി അല്ലെ. ഡു ആദ്യം എഴുതിയാൽ മതി. ഡു യു വാക്ക് എവ്രി ഡേ. വളരെ എളുപ്പമാണ്. ഡു യു വാക്ക് എവ്രി ഡേ. അടുത്ത സെന്റൻസസ് നോക്കാം. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങൾ എന്നതിന് വി. പോകുക ഗോയല്ലേ. വി ഗോ ടു ചർച്ച് എവ്രി സൺഡേ. എല്ലാ ഞായറാഴ്ചയും എവ്രി സൺഡേ. വി ഗോ ടു ചർച്ച് എവ്രി സൺഡേ. എല്ലാ ഞായറാഴ്ച ആയതുകൊണ്ടും ദാ ചേർത്ത് പറയരുത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത്തരം കാര്യങ്ങൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പള്ളിയിൽ പോകാറില്ല എങ്കിലോ വി ആയതുകൊണ്ട് ഡു ചേർക്കാം. വി ഡോണ്ട് ഗോ ടു ചർച്ച് എവ്രി സൺഡേ. അവൾ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അവൾ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഷീ കോൾസ് മീ ഒക്കേഷണലി. ഇടയ്ക്ക് എന്നതിന് ഒക്കേഷണലി എന്ന വേർഡ് യൂസ് ചെയ്യാം. ഷീ കോൾസ് മീ ഒക്കേഷണലി. അവൻ എപ്പോഴും പുകവലിക്കാറുണ്ട്. അവൻ എപ്പോഴും പുകവലിക്കാറുണ്ട്. ഹീ ഓൾവേസ് സ്മോക്സ്. അപ്പൊ പുക വലിക്കാറില്ല എന്നാണെങ്കിലോ ഹീ ഡസൻറ്റ്. ഹീ ഡസൻറ്റ് സ്മോക്ക്. പുക വലിക്കാറില്ല എന്നാണെങ്കിൽ ഹീ ഡസൻറ്റ് സ്മോക്ക്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ചെയ്യാറുണ്ട്, പറയാറുണ്ട്, കാണാറുണ്ട് എന്നീ അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടി സബ്ജക്റ്റ് പ്ലസ് V1 ആണ് നമ്മൾ ചേർക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് V1. എന്നാൽ ചെയ്യാറില്ല, ചെയ്യാറുണ്ടോ ഇത്തരത്തില് നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാനും V1 മാത്രം പോരാ. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡാണ് ഡു അല്ലെങ്കിൽ ഡസ്. ശരിക്കും പറഞ്ഞാൽ ഡു ഡസ് ഒരു മാജിക്കൽ വേർഡ്സ് ആണ്. ഏതൊരു സെന്റൻസിനെയും നെഗറ്റീവ് ആക്കാൻ, സഹായക ക്രിയയില്ലാത്ത ഏതൊരു സെന്റൻസിനെയും നെഗറ്റീവ് ആക്കാൻ ഡു ഡസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രസന്റ് ടെൻസിലെ സെന്റൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ വീഡിയോയിലും ഡിസ്കസ് ചെയ്ത സെന്റൻസുകളിൽ ഡു ഡസ് തന്നെയാണ് നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാനും യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.